നമുക്ക് കാലടി സർവകലാശാലയുടെ വാർത്തയിലേക്ക് വരാം. കാലടി ശ്രീശങ്കര സർവകലാശാലയിൽ സമരം ഒത്തുതീർക്കാനുള്ള ശ്രമവുമായി വൈസ് ചാൻസലർ സമരക്കാരുമായി ഇന്ന് ചർച്ച നടത്തും. സമരക്കാരുടെ പരാതികൾ വിശദമായി പരിശോധിക്കുമെന്ന് സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. സമരം നടത്തുന്ന SFIയെ ചർച്ചയ്ക്ക് വിളിച്ചത് രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഫലമാണെന്നും സൂചനയുണ്ട്. അച്ചടക്കത്തിനായി ആവിഷ്കരിച്ച പുതിയ പരിഷ്കാരം മാറ്റില്ല എന്നായിരുന്നു സർവകലാശാലയുടെ മുൻ നിലപാട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ കൊടുങ്ങൂർ, നമസ്തേ. കാലടി സർവകലാശാലയിൽ കടുത്ത അച്ചടക്ക നടപടികൾ സ്വീകരിക്കും അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് സർവകലാശാല മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇതിനെതിരെ SFI ശക്തമായ സമരവുമായി രംഗത്തുണ്ട്. എന്തായാലും SFIയെ ചർച്ചയ്ക്ക് വേണ്ടി സർവകലാശാല ക്ഷണിക്കുന്നു. അത് രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഫലമാണ് എന്നുള്ള ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അരുൺ കൊടുങ്ങൂർ. വിനോദ, നാളെ രാവിലെ 9:30 ഈ സമരം ചെയ്യുന്ന SFI വിദ്യാർത്ഥികളെ ഈ ചർച്ചയ്ക്കായി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ അധികൃതർ വിളിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് സർവകലാശാല കടന്നു പോകുന്നത്. അതിൽ ഒന്ന്, ഈ ലഹരി മാഫിയ അതിശക്തമായി ഈ ക്യാമ്പസിനുള്ളിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അച്ചടക്കമില്ലായ്മ അതൊരു വലിയ പ്രശ്നമായി, പ്രതിസന്ധിയായി, തടസ്സമായി, സർവകലാശാലയ്ക്ക് കളങ്കമായി തന്നെ നിലനിൽക്കുന്നു. അങ്ങനെ പരാതികൾ വ്യാപകമായ പശ്ചാത്തലത്തിലാണ് ഒരു അടിയന്തര ഇടപെടൽ എന്ന രീതിയിൽ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ ഒരു റിപ്പോർട്ടിന്മേൽ ജൂലൈ 1 മുതൽ പുതിയ നിയന്ത്രണം കാലടി സർവകലാശാലയിൽ കൊണ്ടുവന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ രാത്രി 9:30 ശേഷം ഒരു തരത്തിലും ക്യാമ്പസിലെ ഹോസ്റ്റലിലേക്ക് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട നിർദ്ദേശം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു നിർദ്ദേശം, ക്യാമ്പസിനുള്ളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം കടത്തിവിടുന്ന രീതിയിലേക്ക് വരുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശം, 5 മണിക്ക് ശേഷം ഈ ക്ലാസ് റൂമുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഈ 3 നിർദ്ദേശങ്ങളാണ് ഏറ്റവും പ്രധാനമായി സർവകലാശാല നടത്തി വന്നത്. പക്ഷേ ഇതിനെതിരെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമായിരുന്നു, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. ഇതിനൊടുവിലാണ് സർവകലാശാല നിലപാടെടുത്തത്. എത്ര തന്നെ പ്രതിഷേധം ഉണ്ടായാലും അതിൽ നിന്നും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന ഉറച്ച നിലപാടായിരുന്നു സർവകലാശാല കഴിഞ്ഞ ദിവസം വരെ എടുത്തിരുന്നത്. പക്ഷേ അതിൽ നിന്നും സർവകലാശാലയ്ക്ക് പിന്നോട്ട് പോകേണ്ടി വരുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് രാഷ്ട്രീയമായുള്ള സമ്മർദ്ദം. അതുതന്നെയാണ് ഈ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നതിനുള്ള കാരണമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രതിസന്ധിയായിരിക്കുന്നത്. സർവകലാശാലയെ സംബന്ധിച്ചോളം അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ ആരോപണങ്ങൾ, വലിയ പരാതികളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിലുള്ള വലിയ വിഷയം നടക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളുമായി, ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യുന്ന എന്തിനെന്ന് ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും നാളെ രാവിലെ 9:30 ചർച്ച നടക്കുക. ഈ ചർച്ചയിൽ വിദ്യാർത്ഥികൾ സമരക്കാർ നൽകിയ പരാതികൾ കൃത്യമായി തന്നെ പരിശോധിക്കുമെന്നാണ് സർവകലാശാല അധികൃതർ ഇപ്പോൾ അറിയിക്കുന്നത്. വിനോദ്, അതെ, കാലടി സർവകലാശാലയിൽ കർശനമായ നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ചും ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കാണ് സർവകലാശാല പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ SFI അതിനെ എതിർക്കുകയാണ്. എന്തായാലും SFI നേതാക്കളുമായി നാളെ സർവകലാശാല ചർച്ച തീരുമാനിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഫലമാണ് എന്നുള്ള ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ.